നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് റോസ്റ്റ് ആണ്. പ്രോൺസ് അതിന് വേണ്ടിയിട്ട് പ്രോൺസ് ഒരു 500 ഗ്രാമോളം പ്രോൺസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് 15 മിനിറ്റ് വെച്ച ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനൊരു മഞ്ഞ നിറമുള്ളത്. നമുക്ക് ഇത് പ്രോൺസ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. പ്രോൺസ് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിലേക്ക് 1 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ വേണേ, ഒരു 1.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 സ്പൂൺ വിനാഗിരി വേണം. വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരായാലും മതി. ഒരു സ്പൂണോളം വേണം. 1 സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പും കൂടി ചേർക്കുക. ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 അവർ വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. പാൻ വെച്ച ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി കേട്ടോ. പ്രോൺസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രോൺസ് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് എല്ലാതും വറുത്തെടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇത് ഒരു മസാല തയ്യാറാക്കാം. അതിന് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാനേ. 1.5 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സവോള ആഡ് ചെയ്യാം. പേസ്റ്റ് നന്നായി കുറച്ച് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സവോള എടുത്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. 2 ചെറിയ സവോള നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. 2 ചെറിയ സവോള നന്നായി സ്ലൈസ് ചെയ്ത് തന്നെ കേട്ടോ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് തീ വളരെയധികം ലോയിലാക്കി വെച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണോളം മുളക് പൊടി, സാധാരണ മുളക് പൊടി 2 സ്പൂൺ കേട്ടോ. മുളക് പൊടി ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ഗരം മസാല പൗഡറും ചേർക്കണം. മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും ചേർത്ത ശേഷം ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത ശേഷം ഫ്ലെയിം കൂട്ടി വെക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം കാശ്മീരി ചില്ലി പേസ്റ്റ് ചേർക്കാം കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണേ. അതുപോലെ തന്നെ പെരിഞ്ജീരകം കുറച്ച് ഒരു നുള്ള് പെരിഞ്ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. മസാലയൊക്കെ റെഡിയായ ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മസാല ഒന്ന് ശരിയാവാൻ വേണ്ടിയാണ്. എല്ലാ കൂട്ടും എല്ലാവരിലേക്കും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം നന്നായി കുറച്ച് വറ്റിച്ചെടുക്കണം. വെള്ളം വലിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോൺസ് ഇടാൻ പറ്റൂ. അപ്പോൾ എല്ലാ മസാലക്കൂട്ടും എല്ലാവരിലേക്കും ആയിട്ടുണ്ട്. ഉപ്പ് പാകത്തിനാണെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണം. മസാലയിൽ ഉപ്പ് നോക്കിയിട്ട്
ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ഇനി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കറക്റ്റ് പാകമാണ്. ഇതിൽ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞ് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് പകർത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.